എക്കോ റൂട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് രാവിലെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോൽമണ്ണ റിവർ സൈഡിൽ നിന്നാണ് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോൾ വന്ന അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളവിടെ പോയി റെസ്ക്യൂ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് കോഴിക്കൂടിൻ്റെ അതുപോലെ താറാവ് നിൽക്കേണ്ട ആ ഭാഗത്ത് നെറ്റിന് പിന്നെ ചെറിയ കോട്ടം പറ്റിയിട്ടുണ്ട്. ആ നെറ്റ് പൊട്ടിയ ഭാഗത്തു കൂടെ ആണ് പൈത്തൻ കയറിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ പറയും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കയറൂല എന്ന് പറയും. പക്ഷേ അത്ര ചെറിയ ഒരു തല കയറാൻ ഗ്യാപ്പ് കിട്ടിയാൽ ബാക്കിയുള്ള ഉടലും കാര്യങ്ങളും ആൾ കയറ്റും. കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഇര വിഴുങ്ങിയ ശേഷം വണ്ണം വെക്കും. വണ്ണം വെച്ചാൽ ആ ബോഡി ഷേപ്പിൽ നിന്ന് ആൾക്ക് റിലീസാവാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളവിടെ എത്തിയാലും പിന്നെ നമുക്ക് എത്ര ടൈം എടുത്താലും ആളെ റെസ്ക്യൂ ചെയ്യാൻ കഴിയും. പിന്നെ റെസ്ക്യൂ ചെയ്യേണ്ട ടൈമിൽ ഈ കഴിച്ച സാധനം ഒമക്റ്റ് ചെയ്യേണ്ടത് സർവ്വസാധാരണമാണ്. അഥവാ നമ്മൾ പിടിച്ച ടൈമിൽ ആൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കഴിച്ച സാധനം ഒമക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ചില ആളുകൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പിടിച്ച സാധനത്തിന് കഴിച്ച സാധനത്തിന് എന്തിനാ തുപ്പിക്കേണ്ടതെന്ന്, അഥവാ ഛർദ്ദിപ്പിക്കേണ്ടത് എന്തിനാണ്. പക്ഷെ ആ ഛർദ്ദിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ബാഗിൽ ഛർദ്ദിപ്പിക്കും. പിന്നെ ആ സാധനം നമ്മൾ തന്നെ കുഴിച്ചിടേണ്ടി വരും, ബാഗാകെ നാശമാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന ടൈമിൽ അത് നമുക്ക് വീഡിയോയിൽ കാണാം. അത് തന്നെ ഒമക്റ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒമക്റ്റ് ചെയ്യും. ഒമക്റ്റ് ചെയ്ത ശേഷം നമ്മൾ ആളെ ബാഗിൽ കയറ്റും, എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യും. അതാണ് സാധാരണ നമ്മൾ ചെയ്യൽ. അപ്പോൾ പിന്നെ ആ ഒരു വീഡിയോക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പോകാം. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് സ്ഥിരം ഈ ഒരു ഡ്രസ്സിൽ. ഈ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ കാര്യങ്ങളും എഡിറ്റ് ചെയ്യൽ. അപ്പോൾ ആ എഡിറ്റ് ചെയ്യേണ്ട ടൈമിൽ ഞാൻ ജിമ്മിൽ നിന്ന് വന്ന ശേഷമാണ് എഡിറ്റ് ചെയ്യാനിരിക്കൽ. അപ്പോൾ ഒന്നെങ്കിൽ ഈ വേഷം എന്തായാലും ഈ ഒരു ജേഴ്സി വേഷത്തിൽ തന്നെ അധികം ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻട്രോയിൽ പിന്നെ അങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ ചാനൽ കാണേണ്ട ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കണ് ഒന്ന് എനേബിൾ ചെയ്യുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇതുവരെ ചോദിച്ചതിനൊക്കെ കറക്റ്റായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതേപോലെ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കോൾ വന്നിട്ടുള്ളത് കോൽമണ്ണ റിവർ സൈഡിൻ്റെ പിന്നെ അടുത്തുനിന്നാണ് കോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ട ഒരാളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണേണ്ട ആ ആൾ സാധാരണ നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു മാളത്തിൽ കയറിയാണ്ട് എസ്കേപ്പായി പോയി. അന്നും ഒരു താറാവിനെ കൊന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ താറാവുകളൊക്കെ ഉള്ള ഈ ഒരു കൂട്ടിലാണ് ആൾ കയറിയിട്ടുള്ളത്. അതിൽ പിന്നെ എത്രതിനെ കൊന്നും അറിയില്ലല്ലേ. മുമ്പ് 5 കൊന്നു, 4 കൊന്നോണം അല്ലേ. അപ്പോൾ 6ാമത്തെ താറാവോളം ഇപ്പോൾ പിടിച്ചോക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഉള്ളിൽ പൈത്തനാണുള്ളത്, പെരുമ്പാമ്പ്.
lanes, I've been driving this train. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes, taking shots, skipping breaks, feeling lost, feeling great, popping off, singing straight, never stopped, never changed. All the squad here to play and I've got something to say, yeah. I work hard each and every day, I get lost in the words I say. I don't push pause, no I push play. I won't stop till I make a change. I withdraw on the things I'm അവിടെ തന്നെ വെച്ചെടുത്തോ അരില്ല നീട്ടിവിടി ഇല്ല ഞാൻ ഇളക്കണ്ട കേട്ടോ, ഒന്നുകൂടി നീട്ടിവിടി ഞാൻ ഇളക്കല്ലേ ഒന്നുകൂടി നീട്ടി പിടിച്ചോ. അവിടെ ആള് കയറി അല്ല വേണ്ട, എടുത്താണ് ആദ്യം വൊമിറ്റ് ചെയ്തോട്ടെ. ഈ വീഡിയോ എടുത്തോ, പേപ്പർ ഇടാവുന്ന കണ്ട. ഭക്ഷണം കഴിച്ച സാധനം നമ്മൾ പിടിച്ച ടൈമിൽ എന്തായാലും നമ്മൾ ബാഗിൽ വെക്കുമ്പോൾ ആൾ വൊമിറ്റ് ചെയ്യും. ഇപ്പോൾ പിന്നെ നമ്മൾ പിടിച്ച ടൈമിൽ തന്നെ ആൾ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൽക്കുന്നുണ്ടോ? പ്രഷർ കൂടുതലാണ്. എടോ ഓനോടെ ഇവിടെ നിന്ന് ഞാനത് ശരിക്കും കുടിച്ചോട്ടോ. വെച്ചോ അവിടെ നോട്ടെ. അങ്ങോട്ടേ ഇറങ്ങാൻ പോവാ.
വെച്ചെടുത്താ കടന്നോട്ടെ. ആ ഇത്രയും കാലമായിട്ട് അപ്പോൾ നിങ്ങൾ പെരുമ്പാമ്പിനപ്പോൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോൾ കാട്ടിക്കില്ല, താറാവിനെ കാട്ടിയുള്ളൂ. അതിന്റെ ഇപ്പൊ ആ തലന്റെ ഭാഗം ഈ താറാവിന്റെ വലുപ്പമായില്ലേ, നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഓല എല്ലുകളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വികസിക്കും, താവും. അപ്പൊ ആ ചെറിയ ഓട്ടി കൂടിയാണ്, ആ ചെറിയ ഓട്ടിയിൽ അതിന്റെ തല കൊള്ളും. തല കൊണ്ട ബാക്കിയുള്ളതൊക്കെ പോകും. ഇവർക്ക് ഇല്ല, പറ്റൂല. അതിന് ഡോർ ഉറക്കന്നെ വേണം. അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അധികം വൈകാതെ തന്നെ ആ ഒരു നല്ലൊരു താറാവിനെ പിന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇന്നിപ്പോൾ ഒരു സെറ്റ് ഔട്ടിങ് രാവിലെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു അറിവിനെത്തിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു കൂടിൻ്റെ ഈ ഭാഗം കണ്ടല്ലോ, ഈ ഒരു നെറ്റ് പൊട്ടിയ കാരണത്താലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഈ ഒരു ഇത് കൂടിയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളും ക്ലോസ് ആണ്. ഈ ഭാഗങ്ങളൊക്കെ നല്ല ക്ലോത്ത് വെച്ചുകൊണ്ടൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യവശാൽ ഇതിൽ കൂടി കയറി. ഇനി ഈ ഒരു ഹോൾസ് കിട്ടിയാലും മതി. ഇതിപ്പോൾ ജസ്റ്റ് വെച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടിയാലും അവർക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ് വെച്ചുകൊണ്ട് തന്നെ അടക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇനിയും ഇതേപോലത്തെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.